അഹമ്മദാബാദിലെ സ്വർണ്ണ വ്യാപാരി മെഹുൽ താക്കറിനൊരു ഫോൺ കോൾ. പരിചയക്കാരനായ ജ്വല്ലറി ഉടമ പ്രശാന്ത് പാട്ടീലിന് 2.1 കിലോ സ്വർണ്ണക്കട്ടി വേണം. 1.6 കോടി രൂപയ്ക്ക് ഇടപാടുറപ്പിച്ച് സ്വർണം കൈമാറിക്കഴിഞ്ഞപ്പോഴാണ് താക്കറിൻ്റെ സഹായികൾക്ക് ആ സത്യം മനസ്സിലായത്. 500 രൂപ നോട്ടിനൊരു വശപ്പിശക്. ഗാന്ധിജിയെ കാണാനില്ല. പകരം ബോളിവുഡ് നടൻ അനുപം ഖേറിൻ്റെ ചിരിമുഖം. റിസോർട്ട് ബാങ്ക് എന്നും അച്ചടിച്ചിരിക്കുന്നു. താക്കറിൻ്റെയും പാട്ടീലിൻ്റെയും സഹായികൾ ഒരു പണമിടപാട് കേന്ദ്രത്തിൽ തമ്മിൽ കണ്ടായിരുന്നു കച്ചവടം. 500ൻ്റെ 26 കെട്ടുകൾ കൈമാറി. ബാക്കി 30 ലക്ഷം ഇപ്പോൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് 3 അംഗ സംഘത്തിലെ 2 പേർ സ്വർണ്ണക്കട്ടിയുമായി മുങ്ങി. താക്കറിൻ്റെ ആളുകൾ നോട്ടുകെട്ടുകൾ പൊട്ടിച്ചു നോക്കിയതും ഞെട്ടിയതും അപ്പോഴാണ്. ആ പണമിടപാട് ഓഫീസ് ഈ തട്ടിപ്പിന് വേണ്ടി മാത്രം 2 ദിവസം മുൻപ് പ്രവർത്തനം തുടങ്ങിയതായിരുന്നുവെന്ന് കേസന്വേഷിക്കുന്ന നവരംഗ്പുര പോലീസ് കണ്ടെത്തി. സമാന തട്ടിപ്പ് കുട്ടികളുടെ കളിനോട്ടുകൾ ഉപയോഗിച്ച് കുറച്ചു കാലത്തിന് മുമ്പ് കേരളത്തിലെ കടകളിലും നടന്നിരുന്നു.